ഹായ് എവരിവൺ, ഇന്ന് നമ്മള് ബാംബു ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് എവരിവൺ, ഇന്നും ഒരു യാത്രയാണ്. മുള തേടിയുള്ള യാത്ര. അങ്ങ് ദൂരെ ഒരു മുളക്കാട് കണ്ടോ? സൂം ചെയ്ത് കാണിക്കാവേ. അവിടെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. ഇനി അങ്ങോട്ട് മുള കൊണ്ടുള്ള വിഭവങ്ങളാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഇതിലെ നടപ്പ് വഴി ഉണ്ടായിരുന്നു. പാട്ടൊക്കെ പാടിപ്പോയാൽ മതി, പാമ്പൊക്കെ ഉണ്ട് വഴിക്കൂടെ പൊക്കോളും. നമ്മളൊക്കെ കാർ കയറിയപ്പോൾ വഴിയടഞ്ഞു. ഇനി വഴി വെട്ടി റോഡിൽ നടന്ന് നടന്ന് പോണം. എൻ്റെ അപ്പച്ചൻ്റെ വീടിൻ്റെ പുറകുവശമാണ് കേട്ടോ ഇത്. ഈ വെട്ട് കണ്ടാല് കർഷകശ്രീ ആണെന്ന് തോന്നുമെങ്കിലും കൊറോണ വന്ന് വീട്ടിലിരിക്കേണ്ടി വന്ന ഒരു ബസ്സുകാരനാണ് കേട്ടോ. 25 വർഷമായി പുള്ളിക്ക് ബസ്സുണ്ട്. മുള വെട്ടിത്തരാന്ന് പറഞ്ഞ് പറ്റിച്ച PUBG ആക്ഷൻ ഹീറോ വരുന്നുണ്ട്. ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മുടെ അപ്പം തന്നെ മുൻകൈ എടുക്കണം. സൂലുകുട്ടിപ്പഴം പറിച്ചതാ. ഇതിന് കൂടൊക്കെ ആയിട്ട് വന്നേക്കാ. മാസ്ക് ആണോ? ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന പോലെയാണ് എല്ലാവരും കൂടി അങ്ങ് പിടിക്കുന്നത്. എല്ലാരും പോട്ടെ, നമുക്ക് പുറകെ പോകാം. കുക്കു ചേച്ചി വന്നിട്ട് തോട്ടി പോയില്ലെന്നുള്ള എല്ലാവരുടെയും പരാതി ഇങ്ങനെ തീർത്തിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പണ്ട് ഞാനതൊക്കെ ഓർക്കുന്നുണ്ട്. എന്റെ മനസ്സിലായി. എന്റെ കുഞ്ഞിലെ കാര്യങ്ങൾ എനിക്ക് കൂടുതൽ ഓർമ്മ. വാക്കത്തി കൊണ്ട് പുറന്തോട് പൊട്ടിച്ചാല് അറക്കാനും മുറിക്കാനും ഒക്കെ എളുപ്പമാകുമെന്നാണ് പ്രമാണം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ വാക്കത്തി വെച്ചിട്ട് ഒറ്റ വെട്ടം കൊണ്ട് വെട്ടിയാൽ പോരെന്ന്. അങ്ങനെ വെട്ടിയാലേ നമ്മുടെ ബാമ്പു മുള അങ്ങോട്ട് പൊളന്നു പോവും. പിന്നെ നമ്മുടെ പരിപാടികളെല്ലാം പണിയാകും. പിന്നെ പിന്നെ പെട്ടെന്ന് പൊക്കോളും. ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചാൽ പൊട്ടുകയില്ല. അവിടുന്ന് ഇങ്ങോട്ട് പിടിക്കുമ്പോഴായി പൊട്ടുന്നത്. ഒടിഞ്ഞു പോകുന്നല്ലേ? മുള കണ്ടപ്പോഴേ ഐഡിയാസ് ഒക്കെ അങ്ങോട്ട് പെരുകി പെരുകി വരുവാണല്ലോ ഈശ്വര. പുട്ടുണ്ടാക്കാന്ന് അമ്മച്ചി, കാപ്പി അടിക്കാന്ന് അലക്സ് ചാച്ചൻ, ബാമ്പു ചിക്കൻ ഉണ്ടാക്കാന്ന് എനിക്ക് മോഹം. അറക്കവാളില്ലാത്തോണ്ട് ഞങ്ങൾ എത്ര പണിപ്പെട്ടാണ് ഓരോന്നും മുറിച്ചതെന്നോ. അങ്ങനെ അവസാനം ഞങ്ങളുടെ അപ്പച്ചന്റെ കാലത്തെ വാള് കണ്ടു കിട്ടി. ഇനിയിപ്പം എല്ലാം ശരിയാക്കി തരാം. വിരല് കെട്ടുള്ള ചാച്ചനെ കണ്ടോ? കൈക്ക് റെസ്റ്റ് ആണ് കേട്ടോ, പക്ഷേ ആവേശമുണ്ട് മനസ്സില്. യൂട്യൂബിന് ഓണർ ഇവിടെ ഒന്നും എടുക്കാൻ നിൽക്കാട്ടാ. ഉണ്ടാക്കാൻ പോണ മറുകുട്ടി എനിക്ക് തന്നില്ല. 1 2 3 4 5 നല്ല തെളിഞ്ഞ കാലാവസ്ഥ പോയിട്ട് വരാം.
ഇനി ബാംബു ചിക്കനുള്ള പണി തുടങ്ങാം. 5 കിലോ കോഴിയിറച്ചിയാണ് ബാംബു ചിക്കനാകാൻ പോകുന്നത്. ഇനി അതെല്ലാം എടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, നാരങ്ങയുടെ നീര് ഇതെല്ലാം കൂടി അങ്ങോട്ട് അരച്ചെടുക്കാം. നാരങ്ങ പിഴിയുമ്പോൾ കുരു വീഴാതിരിക്കാൻ സൂക്ഷിച്ചോണേ. അതുപോലെ അധികം എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് നമ്മൾ ബാംബു ചിക്കന് വേണ്ടി എടുത്തേക്കുന്നത്. എല്ലുള്ള കഷ്ണങ്ങളെല്ലാം നമ്മൾ ഗ്രിൽഡ് ചിക്കന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അരച്ചെടുത്തതിൽ ഉപ്പ് കൂടി ചേർത്ത് തിരുമ്മി പിടിപ്പിക്കാം. ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെയാണ് നമ്മൾ മസാല ചേർക്കുന്നത്. ബാംബു ചിക്കൻ അല്ലേ, അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് വേവൊന്നുമില്ല. ഈ മുളയ്ക്കകത്തിരുന്ന് തന്നെ വേണം വെന്ത് കിട്ടാൻ. അതിനായിട്ട് 5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മൂപ്പിച്ച് പച്ചമണം മാറിയ ശേഷം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഇളക്കി ചിക്കൻ കഷ്ണത്തിലൊക്കെ ചേർത്ത് പിടിപ്പിക്കാം. 6 മണിക്കൂർ ഇനി അവൻ്റെ ഇരുന്ന് വിശ്രമിക്കട്ടെ. ഈ സമയത്താണ് ഞങ്ങൾ ഫാത്തിമഗിരിക്ക് പോയത്. 3 സവാള നീളത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയൊക്കെ മിക്സ് ചെയ്ത് അവരെ ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കാം. ഇനി ഓരോ സർവ്വസുഗന്ധി കൂടി ഇരിക്കട്ടെ ഈ ബാമ്പുവിൻ്റെ അകത്ത്. നല്ല മണമൊക്കെ അങ്ങ് വരട്ടെ. ഓരോ മുളയ്ക്കും സുഗന്ധം പരക്കട്ടെ. നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന മുള വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പുറവും അകവും എല്ലാം കഴുകി എടുത്തു. അതുപോലെ ആദ്യം തന്നെ ഒരു സർവ്വസുഗന്ധിയുടെ ഇല വെച്ചു. എന്നിട്ടാണ് ചിക്കൻ ചേർത്തത്. 1/4 ഭാഗം നിറച്ചു. മുളയെല്ലാം 1/4 ഭാഗത്തോളം നിറച്ചിട്ട് നമ്മൾ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം മൂത്ത ഒരു തേക്കിൻ്റെ ഇല വെച്ച് നമ്മൾ അടയ്ക്കുകയാണ്. മൂത്ത ഇല അല്ലെങ്കിൽ തേക്കിലയ്ക്ക് ഒരു കറയുണ്ട്, ഒരു ചുവപ്പ് നിറമുണ്ട്. അത് നമ്മുടെ ചിക്കനിലേക്ക് വരും. അപ്പോൾ അത് അങ്ങോട്ട് ഒരു കാരണവശാലും നമ്മുടെ ചിക്കനിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അലുമിനിയം ഫോയിൽ വെച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് തേക്കില വെച്ചത്. അപ്പോൾ കുറച്ച് ഞങ്ങൾ തേക്കിലയും വെച്ചു, കുറച്ച് എടനയിലയും വെച്ചു. നമ്മൾ കുമ്പിളപ്പം പുഴുങ്ങുന്ന എടനയില കുറച്ച് ശക്തിയായിട്ട് ആരെങ്കിലും മുതിർന്നവരെ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇല ഉള്ളിലേക്ക് കടത്തി വിടണേ. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ചിക്കന് തോന്നിയത് എടന ഇല വെച്ച് അടച്ച ചിക്കനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വന്നത് കേട്ടോ. ബാംബു ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നല്ല തീ ആവശ്യമാണ്. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ എപ്പോൾ വേണേലും വരാവുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ ഒരു വീൽ ഡ്രം, അതായത് ബസ്സിൻ്റെ വീലിൻ്റെ ഡ്രം വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് തീ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വിറകെല്ലാം കത്തിച്ച് നന്നായിട്ട് തീ ആളി പടർത്തുവാണ്. അതായത് നിങ്ങൾ പെഡസ്റ്റൽ ഫാനൊക്കെ വെച്ച് കാറ്റ് കൊടുത്താണ് നല്ല തീ ആക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു മെഷ് വെച്ചിട്ട് മെഷിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഈ 3 മുളകളും നിരത്തി വെക്കുന്നത്. 3 മുളയ്ക്കുള്ള സ്ഥലം നന്നായിട്ട് കത്താനുള്ള സ്ഥലം അതിലുണ്ട്. അത് തിരിച്ചും മറിച്ചും ഒക്കെ കൊടുത്താണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. പിന്നെ മുള കത്തുമ്പോൾ നന്നായിട്ട് മുളയിലേക്ക് തീ പിടിക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നന്നായിട്ട് അത് വെന്ത് വരുവുള്ളൂ. അപ്പോൾ നല്ല സമയമെടുക്കും മുളയ്ക്ക് തീ പിടിക്കാനായിട്ട്. അപ്പോൾ അത്രയും സമയം നമ്മൾ ക്ഷമയോടെ നോക്കിയിരിക്കണം. അപ്പോൾ ക്ഷമയില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി അപ്പുറത്ത് ഗ്രിൽ ചിക്കനും ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ കുറച്ച് ഭാഗം ബാംബു ചിക്കനും കുറച്ച് ഗ്രിൽഡ് ചിക്കനും ഉണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും, ചിലർക്ക് ഈ ബാംബു ചിക്കൻ്റെ ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. പക്ഷേ ബാംബുവിൻ്റെ ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ബാംബു ചിക്കന് മുഴുവൻ നേരവും നമ്മൾ നല്ല തീ തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ അത് റെഡി ആയി കഴിഞ്ഞാൽ അതിൻ്റെ പുറമേയുള്ള ഭാഗത്ത് നന്നായിട്ട് കത്തിയ പോലെ ഒരു വെളുത്ത ഒരു പാടൊക്കെ വരും. അതുപോലെ നെയ്യ് അതിനകത്ത് നൂറി താഴേക്ക് ഒഴുകി വരുന്നതും കാണാം. ഇവിടെ കൊട്ടണം, ഇത്രേ ഉള്ളോ? ഞുള്ളി എടുക്കുമ്പോ അറിയാം ഏതുള്ള പോലെ ഇത് വേറെ രുചിയാ. ഓ ശരിയാട്ടോ. ഇതിന് വേറെ ഇത് നമ്മളെ ഇന്ന് വരെ കഴിക്കാത്ത വേറെ ടേസ്റ്റാ. നല്ല സോഫ്റ്റ്. ഇനിയുള്ള ബാംബു ചിക്കൻ്റെ സെറ്റ് ഏതായാലും
ഡ്രമ്മിൻ്റെ അകത്ത് ഇതുപോലെ കുത്തി നിർത്തി ഉണ്ടാക്കി നോക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ മടുത്തിരുന്നത് കൊണ്ടും പരീക്ഷണം കുറച്ചധികം ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചേ. ഇതിന് ചുറ്റും വിറകൊക്കെ ഇട്ട് ഞങ്ങൾ കത്തിച്ച് നോക്കിട്ടോ. വെന്തോ നെയ്യും ചാറെല്ലാം കൂടി ഇരിക്കുക. മറ്റേ തെരച്ചു വെക്കുന്നുണ്ട്. ചാറിട്ട് ഡ്രൈ ആയിട്ടിരുന്നു. മസാ സാധനം വെന്തു. നോക്കട്ടെ, എന്നിട്ട് ഇങ്ങോട്ട് ഇനി ഇങ്ങോട്ട് ചെയ്യണം. നേരെ നിർത്തി നമ്മൾ ബാംബൂ ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നു. അതുകൊണ്ട് ഈ ചിക്കൻ വെന്തെങ്കിലും ഉൾഭാഗം ഡ്രൈ ആയിട്ട് വന്നിട്ടില്ല. ആ ചാറൊക്കെ കൂടെ ആവി വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഓരോ മുളയുടെ അകത്തും. അപ്പം നമ്മളോടാണ് കളി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെടുത്ത് ഫ്രൈങ് പാനിലിട്ട് ഡ്രൈ ആക്കി ലേശം കുരുമുളക് പൊടിയും കൂടി അങ്ങ് ചേർത്ത് പൊലിപ്പിച്ചെടുക്കുകയാണ്.